ഹായ് ഓൾ. അപ്പോൾ 100 ഡേയ്സ് ട്രേഡിംഗ് ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെടുത്ത ട്രേഡും ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാം. 3 ട്രേഡാണ് എടുത്തത്, 2 ടാർഗറ്റും ഒരു സ്റ്റോപ്പ് ലോസുമാണ്. ഇനി അതിൻ്റെ ഓർഡറിൽ പോയാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചാർട്ടിൽ പോയി നോക്കി നോക്കാം. ഇത് ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടാണ്. നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ഒന്ന് നോക്കി നോക്കാം. 50 മിനിറ്റിൽ ഫസ്റ്റ് എൻട്രി എടുത്ത ടൈം 9:18 അത് ടാർഗറ്റായിരുന്നു. സെക്കൻഡ് എൻട്രി SL, തേർഡ് എൻട്രി വീണ്ടും ടാർഗറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ബാങ്ക് നിഫ്റ്റി ചാർട്ടിൽ 50 മിനിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റിൽ രാവിലെ തന്നെ ഓപ്പൺ ചെയ്തത് കുറച്ച് ലിക്വിഡിറ്റി ഒക്കെ കളക്ട് ചെയ്ത് അതിൻ്റെ മേലാണ്. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയാം, അതേപോലെ അതിൻ്റെ മേലെ ഇതൊരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കുറച്ച് ലിക്വിഡിറ്റി ഏരിയാസിൻ്റെ മേലെ, ഞാൻ ഇന്നലെ മാർക്ക് വെച്ച ലിക്വിഡിറ്റി ഏരിയാസിൻ്റെ മേലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ. ഇന്നത് ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ്. അപ്പോൾ അതിൻ്റെ മേലെ ഓപ്പണായി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ലോ ടൈം ഫ്രെയിം നോക്കിയിട്ടാണ് എൻട്രി എടുത്തത്. അത് എൻട്രി എടുത്ത് താഴോട്ടേക്ക് ഒന്ന് പെട്ടെന്ന് തന്നെ ടാർഗറ്റ് അടിച്ചിരുന്നു. ഫസ്റ്റ് ട്രേഡ് പെട്ടെന്ന് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. 18-അടുത്ത് 25, 5, 6, 7 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത്ര പെട്ടെന്നായിരുന്നു ടാർഗറ്റ്. അത് കഴിഞ്ഞ് അടുത്ത എൻട്രി 9:29 അത് SL ആയിരുന്നു. ആ ഒരു എൻട്രി എടുത്തത് ഈ ഒരു ലിക്വിഡിറ്റി, അതാ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. ആ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്ത് അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്തു. അതെടുത്ത് പെട്ടെന്ന് തന്നെ SL അടിച്ച്. പിന്നീട് ഒരുപാട് ലിക്വിഡിറ്റി ഇവിടെ ഉണ്ടായി. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. പക്ഷേ അതിലൊന്നും ഒരു ലോ ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാനുള്ള ഒരു ചാൻസോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ള ഫാളായിരുന്നു. അതുകൊണ്ട് അവിടെ ഒന്നും വേറെ എൻട്രീസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ ഏരിയാസിലൊന്നും എൻട്രി വന്നില്ല. പിന്നെ ഒരു എൻട്രി വന്നത് ഈ ഒരു ലിക്വിഡിറ്റി, ഇവിടെ കുറച്ച് വിട്ടിട്ടുള്ള ഒരു ലിക്വിഡിറ്റിയാണ്. ആ ഒരു ലിക്വിഡിറ്റി ഇവിടെ ടാപ്പ് ചെയ്ത സമയത്ത് ഒരു അപ്സൈഡ് എൻട്രി ഇവിടെ നിന്ന് എടുത്തു. അത് ടാർഗറ്റ് അടിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ 3 എൻട്രീസ്. അതിൻ്റെ ലോ ടൈം ഫ്രെയിമിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഒക്കെ നോക്കി നോക്കാം. നമുക്ക് 1 മിനിറ്റിലേക്ക് മാറ്റാം. ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് എൻട്രി വന്നത് 9:18 9:15 മാർക്കറ്റ് ഓപ്പണായി പെട്ടെന്ന് തന്നെ ഉള്ള എൻട്രി ആയിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് തന്നെ മൊമെൻറ്റം വരും. രാവിലെയുള്ള ആ സമയത്ത് ലിക്വിഡിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. മൊമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ഒരുപാട് ട്രേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് പെട്ടെന്ന് ടാർഗറ്റ് അടിച്ചത്. 100 പോയിൻ്റൊക്കെ പെട്ടെന്ന് നീങ്ങിയത്. 9:18 എൻട്രി എടുത്തു. 9:25 ടാർഗറ്റ് അടിച്ചു. ഇത്ര ഈ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് അവിടെ ക്യാച്ച് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത എൻട്രി പെട്ടെന്ന് തന്നെ ആയിരുന്നു. 9:25 SL അടിച്ച് ടാർഗറ്റ് അടിച്ച് 9:29 അടുത്ത എൻട്രി എടുത്തു. ഇത് എൻട്രി എടുത്തതാണ് ബൈ ഓർഡർ. എൻട്രി എടുത്ത് SL കംപ്ലീറ്റ് ആയി, ടാർഗറ്റ് ഓർഡർ ക്യാൻസലായി. ഇതാണ് സെൽ ഓർഡർ 2 എണ്ണം. അതായത് SL ഓർഡർ കംപ്ലീറ്റ് ആയി, ടാർഗറ്റ് ഓർഡർ ക്യാൻസലായി. ഇതിൽ ബൈ ചെയ്തു, സെല്ലിങ്ങിൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസലായി, ടാർഗറ്റ് ഓർഡർ കംപ്ലീറ്റ് ആയി. അതേപോലെ മൂന്നാമത്തെ ട്രേഡിൽ ടാർഗറ്റ് ഓർഡർ കംപ്ലീറ്റ് ആയി, SL ഓർഡർ ക്യാൻസലായി. അത്രയാണ് 3 ട്രേഡുകൾ. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ട്രേഡ് എൻട്രി എടുത്ത ടൈം എത്രയായിരുന്നു? 9:29. ഓക്കെ. ഫസ്റ്റ് ട്രേഡ് ടാർഗറ്റ് അടിച്ച് 9:25 ഈ ക്യാൻഡിൽ SL അടിച്ച് 9:29 തന്നെ അടുത്ത എൻട്രി എടുത്തിട്ടുണ്ട്, അപ്സൈഡ് എൻട്രി. ഈ ക്യാൻഡിൽ എടുത്ത് തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ SL അടിച്ച് പെട്ടെന്ന് 1 മിനിറ്റ് പോലും ഇല്ലേനി, അതിൻ്റെ മുന്നേ തന്നെ SL അടിച്ച്. അതൊക്കെ അപ്പോൾ 2 ട്രേഡ് അവിടെ കഴിഞ്ഞു. പിന്നെ ഈ ഏരിയാസിലൊന്നും എനിക്ക് സെറ്റ് പ്രകാരം എൻട്രി ഒന്നും ഇല്ലേനി. മാർക്കറ്റ് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഒരു കൺസോൾട്ടേറ്റിംഗ് പോലാണേനു. പിന്നീട് എൻട്രി വന്നത് കുറേ ടൈം കഴിഞ്ഞ് 13:15 ആയപ്പോഴാണ് അടുത്ത എൻട്രി വന്നത്. 13:15 എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് അടുത്ത എൻട്രി വന്നത്. ഈ ക്യാൻഡിൽ എൻട്രി എടുത്തു. 20 പോയിൻ്റ് SL, 100 പോയിൻറ്റ്സ് ടാർഗറ്റും വെച്ചു. ഈ ക്യാൻഡിലാണ് ടാർഗറ്റ് അടിച്ചത് 13:41 ക്യാൻഡിൽ. ഈ അത്യാവശ്യം നല്ല ടാർഗറ്റ് ഒരു 50 പോയിൻറ്റ് പകുതി. അത് ഞാൻ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ കാണിച്ചു തരാം. പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് എൻട്രി വന്നത്. ഒരു 50 പോയിൻറ്റിലും കൂടുതലൊക്കെ പോയതിന് ശേഷം തിരിച്ചു വന്ന് നല്ല രീതിയിൽ ലോസിലേക്കൊക്കെ വന്ന് SLൻ്റെ തൊട്ടടുത്തൊക്കെ എത്തിയിട്ടാണ് തിരിച്ച് കയറിപ്പോയത്. ഇങ്ങനെയൊക്കെയുള്ള ടൈം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡീപ്ലി ഇമോഷൻ ഒക്കെ ഉണ്ടാവുന്ന ടൈമാണ്. കാരണം ഇങ്ങനെ ടാർഗറ്റ് ഇതുവരെ പോയിട്ട് ഇത്ര പ്രോഫിറ്റ് കണ്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാർക്കറ്റ് ഇറങ്ങി വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. മനുഷ്യന്മാരാണല്ലോ, എത്ര ഇമോഷൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വികാരം എന്തായാലും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. വികാരം ഇല്ലാതെ ഒരിക്കലും നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് കൺട്രോൾ ചെയ്തിട്ട് ആ വികാരം നമ്മളെ ട്രേഡിങ്ങിലുള്ള നമ്മളെ റൂൾസിനും കാര്യങ്ങളും ബാധിക്കാതെ നോക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അത് ഇമോഷൻസ് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. എന്തായാലും മനുഷ്യന്മാരാകുമ്പോൾ ഇമോഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മുടെ റൂൾ എന്താണോ, എൻ്റെ റൂൾ ഇവിടെ 20 പോയിൻ്റ് SL ആണ്. ഇനി 100 പോയിൻ്റ് ടാർഗറ്റാണ്. ഇനി അവിടെ പല രീതിയിലുള്ള വികാരങ്ങളുള്ളിൽ വന്നെങ്കിലും അതിൽ തന്നെ പിടിച്ചിരുന്ന് ഇതുവരെ വന്നിട്ട് കയറിപ്പോയി 100 പോയിൻ്റ് ടാർഗറ്റ് അടിച്ചു.
അപ്പോൾ ഇപ്പം ഇതിൽ പ്രീമിയത്തിൽ അല്ല സ്പോട്ടിൻ്റെ ചാർട്ടിൽ നോക്കി മനസ്സിലാവും ഈ ഒരു എൻട്രി എടുത്ത ഈ ഒരു ഏരിയ ഇല്ലേ, ഇതിൻ്റെയും അടിയിലേക്ക് വന്നിട്ടുണ്ട് സ്പോട്ടിൻ്റെ ചാർട്ടിൽ. ഇവിടെ ക്യാൻഡിൽ നോക്കി കാണാം, മാർക്കറ്റ് അതിലും താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ അതിലും താഴേക്ക് വന്നില്ല. അത് ഒരു മൊമെൻ്റ് ഉള്ളതുകൊണ്ടായിരിക്കും. ഇപ്പോൾ പ്രീമിയത്തിൽ ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഇങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ടാവും. സ്പോട്ടിൽ ചിലപ്പോൾ SL അടിക്കും, പ്രീമിയത്തിൽ SL അടിച്ചിട്ടുണ്ടാവില്ല. സ്പോട്ടിൽ ചിലപ്പോൾ ടാർഗറ്റ് അടിക്കും, പ്രീമിയത്തിൽ അടിച്ചിട്ടുണ്ടാവില്ല. സ്പോട്ടിൽ കുറച്ച് മൂവ് ചെയ്താൽ പ്രീമിയത്തിൽ തോനെ മൂവ് ചെയ്യും, സ്പോട്ടിൽ തോനെ മൂവ് ചെയ്താൽ പ്രീമിയത്തിൽ കുറച്ച് മൂവ് ചെയ്യും. അങ്ങനെ പല സംഭവങ്ങളും ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻസിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ പല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു മെൻ്റൽ ഇതും കൂടെ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ട് പിന്നെ ജേണൽ കാണിച്ചു തരാം. ഇതുവരെയുള്ള ടോട്ടൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊന്നും ഈ സംഭവങ്ങളൊന്നും ഇല്ല. ഇനി മുന്നത്തെ വീഡിയോ വെച്ചാൽ ഈ ചലഞ്ച് തുടങ്ങിയതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാറുണ്ട്. എൻ്റെ പഴയ ട്രേഡിൻ്റെ എല്ലാ വീഡിയോസും ചാനലിൽ നോക്കിയാൽ കാണാൻ കഴിയും. എടുക്കുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചാനലിൽ ഇടലുണ്ട്. ഇതാണ് ചാലഞ്ച് തുടങ്ങിയതിന് ശേഷം എടുത്ത എല്ലാ ട്രേഡും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ചാനലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഇവിടെ കാണാം. 6200 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത് 25,000 ക്യാപിറ്റൽ വെച്ചിട്ടാണ്. ശരിക്കും നമുക്ക് ഡിപ്ലോയിഡ് ക്യാപിറ്റൽ 25,000 ഒന്നും വേണ്ട ആവശ്യമില്ല. ഒരു ലോട്ട് എടുക്കാൻ 5,000 10,000 ഒക്കെ മതി. പക്ഷേ 5,000 10,000 വെച്ചെടുത്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ 10,000 രൂപ വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ദിവസമാണ് നമ്മൾ തുടങ്ങിയിരിക്കുക, 27-ാം തീയതി 28-ാം തീയതി കിട്ടും. അപ്പോൾ അടുപ്പിച്ചിങ്ങനെ ഒരു 4 ലക്ഷം ലോസ് വന്നു, അല്ല 4 ലക്ഷം അടിച്ച്. അപ്പോൾ നമുക്ക് 1,100 രൂപ നഷ്ടം വന്നു. അപ്പോൾ 10,000 ഉള്ള ക്യാപിറ്റൽ എന്തായി 9,000 8,000 ഒക്കെ എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ക്യാപിറ്റൽ ഇല്ലാണ്ടാവും. അത് നമ്മളെ ഇമോഷൻസിനും അല്ലാണ്ട് ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ ചെറിയ ക്യാപിറ്റൽ വെച്ച് ഒരിക്കലും തുടങ്ങരുത്. ഈ 25,000 ഒക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലോസ് അടിച്ച് കഴിഞ്ഞാലും നമ്മളെ ട്രേഡ് എടുക്കാനുള്ള ഡിപ്ലോയ് ചെയ്യാനുള്ള ക്യാപിറ്റൽ നമ്മുടെ അടുത്ത് ഉണ്ടാവും. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓവറോൾ പ്രോഫിറ്റ്. അതിൽ ടോട്ടൽ എടുത്ത ട്രേഡ് 16 എണ്ണമാണ്. 6 എണ്ണം ടാർഗറ്റ് അടിച്ചത്, 10 എണ്ണം സ്റ്റോപ്പ് ലോസ്. അത്ര ഇതുവരെ ആയിട്ട് 24% ആണ്, 25-ൻ്റെ അടുത്തുണ്ട്. ഇത്രയൊക്കെ ഉള്ളതിൻ്റെ വീഡിയോ. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചാനലിൽ നോക്കി നോക്കാം. ഓക്കെ, ബൈ.